ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യാറിൻ്റെ പുതിയ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ കസിൻ്റെ, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ കസിനുണ്ട്, അളിയനും കസിനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് മീൻ പിടിച്ചിട്ട്, തിലോപ്പിയ മീൻ വളർത്തുന്നുണ്ട്. അത് പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ വെറൈറ്റികൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ അത് എങ്ങനെ പിടിക്കുന്നുള്ള രീതി, ഇതാണ് വല. അവിടെ മീൻ വളർത്തുന്ന ഒരു കൂടുമുണ്ട്. ഇതെങ്ങനെ പിടിക്കുന്ന രീതി കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കോരി എടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം അതിൻ്റെ സൈഡിൽ കൂടി പോവും, മത്സ്യം ഇതിനകത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് അത് പിടിക്കുന്ന രീതി. അപ്പോൾ നമുക്ക് പിടിക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ സൈറ്റ് ഇതാണ്, ഇവിടെ പറമ്പ്. ഹലോ പട്ടക്കുന്ന സാധനം കേട്ടാ, സൂപ്പർ സാധനം. അപ്പോൾ ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യാറിൻ്റെ ചാനലിൽ ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാണാൻ എല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ ഇതിൽ കുറേ ഉണ്ട്, എടുക്കാം നമുക്ക്. വാ കണ്ടാ, നമ്മളിപ്പോൾ പിടിച്ച മീനാണ്. ഏകദേശം ഒരു 3 കിലോന് മുകളിലുണ്ട്. നല്ല വലിപ്പമുണ്ട്. കാണാം നമുക്ക്. നമ്മളെ വലിയ ഒരു ഇലയിൽ ഇട്ട് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പിടിച്ച മീൻ ഇത്രയും നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ബാർബിക്യൂ എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ മസാല ഇടുന്ന സമയത്ത് എനിക്ക് വീഡിയോ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ മുറിച്ച് നല്ല കീറ്റൊക്കെ ഇട്ട്, ഇപ്പോൾ ഒരു മീൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു ഈ മീനിനാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ഒരു മീൻ 2 വര കണക്കെ 2 സൈഡിൽ ഇട്ടിട്ട് ഇതിന് നല്ല മസാല ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ്. എന്തൊക്കെയാണ് ചേരുവ ഞാൻ ചേർത്തിട്ടുള്ളത് ഞാൻ പറയാം. ഉപ്പ്, മഞ്ഞൾ പാകത്തിന്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ വാളംപുളി കുറച്ച് ആ ഒരു പുളി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ചേർത്ത് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനമല്ല, ഇവിടുന്ന് തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത്രയും നമ്മൾ ഇതിന് മിക്സ് ചെയ്തു, നല്ല കോട്ട് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പില അത് ശരിക്കും മുറിച്ചിട്ട് ഇതിൽ ചേർത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 2 പച്ചമുളക് അതിൽ ചേർത്തിട്ട് അതും പേസ്റ്റ് ചെയ്തു. ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെ 2 ചെറിയ പച്ചമുളകും പേസ്റ്റ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇൻക്ലൂഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മസാല ഉണ്ടാക്കി. ആ മസാലയാണ് ഇതിന് കൂട്ടായിട്ടുള്ളത്. അത് എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർത്തത് പുളിയാണ്, വാളംപുളി. അത് നമുക്ക് വാളംപുളി ചേർക്കാം, ലൈം ചേർക്കാം. അതുപോലെ തന്നെ നമ്മളെ പുളി പരമായിട്ട് അത് അവരവരുടെ ഇഷ്ടം, അങ്ങനെ ചേർക്കാം. ഞാൻ വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത്. അതൊരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് വളർത്ത മത്സ്യമായതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നത്. സാധാരണ നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ മുളക് പൊടിയും ചേർത്തിട്ട് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ ചുവന്നമുളക് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തിട്ട്, അതുകൊണ്ട് പറഞ്ഞാൽ കുരുമുളക് പൊടിയും പച്ചമുളകും നല്ല രീതിയിൽ ചേർത്തുകൊണ്ട് മുളക് പൊടി ഒരു കളറിന് ജസ്റ്റ് ചേർത്തതേ ഉള്ളൂ. ഉപ്പും പാകത്തിന് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് അതിൽ ബാർബിക്യൂവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാണാം. ഇതിനെല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മളെ ഇവിടുത്തെ അമ്മാവനായ കെ രവീന്ദ്രൻ നമ്പ്യാർ, അവരുടെ മകളായ രഞ്ജിനി കോടോത്ത്, പിന്നെ സന്തോഷ് ജി, നമ്മുടെ ഏട്ടമൊപ്പരായ അഡ്വക്കേറ്റ് സന്തോഷ് ഏട്ടൻ. 2 കുട്ടികളുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ആ ഒരു വീഡിയോയുടെ അവർ രഞ്ജിയാണ് എനിക്ക് ഈ മീൻ മുറിച്ച് തന്നത്, ക്ലീൻ ചെയ്ത് തന്നത്. അവർ ആ കറക്റ്റിൽ അങ്ങനെ രീതിയിൽ മുറിച്ച് തന്നിട്ടുണ്ട്. പാർവണി
കിങ്ങിണി, ആരാധ്യ. നമ്മൾ വിളിക്കുന്ന പാറും കിങ്ങിണി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പാറുവണി ആരാധ്യം രണ്ടാളും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പാറുവണ കേട്ടോ. പാറുവണയാണ് നമുക്ക് ആക്റ്റീവായിട്ട് പാറുവണ നമ്മളൊന്നും തന്നെ ഉണ്ട് എപ്പോഴും. 2 മരുമക്കള് രഞ്ജിനി കോടത്തിന്റെ 2 മക്കളാണ്. രണ്ടാളുണ്ട്. പേര് ആരാധ്യ സന്തോഷ്. എത്രാം ക്ലാസ്സിലാ? 2ാം ക്ലാസ്. അവിടെ നോക്കില്ല. എത്ര? 2ാം ക്ലാസ്. എവിടെ പഠിക്കുന്നത്? സെന്റ് പീറ്റേഴ്സ്, നീലേശ്വരം. സെന്റ് പീറ്റേഴ്സ്. പേര് പറ. പാർവണ സന്തോഷ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യുകെജിയിൽ. എവിടെയാ? നീലേശ്വരം. ഇവർ രണ്ടാളെ ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അതെയാ? ബാക്കി കഴിച്ചതിന് ശേഷം പറയാന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും ഇവർ തരുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട്. ഇതെന്താ അറിയാം? ഇത് നമ്മൾ കരിവേപ്പില നമ്മൾ പെരക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇല ഇട്ടുന്നല്ലാതെ അതിൻ്റെ ആ ഒരു കോലില്ലേ, ആ ഇലയുടെ തണ്ട്, അത് ഞാൻ ഒഴിവാക്കുന്നില്ല. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലോ അടിയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് ബോയിലാകുമ്പോൾ, അതായത് തീൻ്റെ ചൂടിന് ഇത് ബോയിലാകുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റീമിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്, അത് നമ്മളെ മീനി പിടിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കരിവേപ്പില നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കവർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വളർത്ത് മീൻ ചിലക്കൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ചെറിയൊരു ചളി, ഒരു മുടക്കൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. പുഴ മത്സ്യം എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ. അപ്പോൾ അതിനൊക്കെയാണ് ഇങ്ങനെയുള്ള കരിവേപ്പില കവർ ചെയ്യുന്നത്. ചില ആൾ വേപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കവർ ചെയ്തിട്ട് കൂടുതൽ, അതായത് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടുതൽ ചേർക്കും. എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ പൊടിക്കൈകൾ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും ചില സമയത്ത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് റയർ മീൻ വെക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് ഇത് ഞാനിവിടെ മിക്സ് ആക്കുന്നൊന്നുമല്ല. ഇത് ഓൾറെഡി ഞാൻ ഈ പാത്രത്തിലാണ് ഞാൻ മസാല ഉണ്ടാക്കിയത്. അപ്പോൾ അടിയിൽ കുറച്ച് പശയുണ്ട് അത് തേച്ച് വെക്കുന്നതാണ്. വേറെ എക്സ്ട്രാ ഞാനൊന്നും ചേർക്കുന്നില്ല. ആദ്യം കുറച്ച് വലിയ മീൻ തന്നെ വെക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് വെക്കാം അല്ലേ? 2 പ്രാവശ്യമായിട്ട് വെക്കാം. നമുക്കത് തേയില ഇതൊക്കെ വേണ്ട. ഓക്കെ. ഒരു അതായത് 5 മത്സ്യം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതിൽ വെക്കാം. ഒന്ന് ആക്കി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ. ഓക്കെ. നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? ഫിഷ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഏറ്റവും നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. ഞാൻ പറയുന്നല്ല, കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞിട്ട് ഞാനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം വേണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇടും വേണ്ട, പൊളിച്ചിട്ട് തന്നെ എന്താ നല്ല ഡ്രൈ എന്ന് വെച്ചാല് എക്ദം ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ. വാവ്, സൂപ്പർ. ഞാൻ മാത്രമല്ല, നമ്മുടെ ചോട്ടാസും സൂപ്പർ പറയാൻ നിൽക്കുന്നുണ്ട്. കാണാം. ഓക്കെ. ഇപ്പൊ മോളായോണ്ട് ഞാൻ
കുറച്ച് ഈ അതായത് മുള്ളെല്ലാം നീക്കിയിട്ട് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് എങ്ങനെയുണ്ട് പറയാം മോളെ ആടോ ചെയ്തത് ഓക്കെ കണ്ടാ പാറോണോ ജസ്റ്റ് ഇട്ട് നിന്നൂടെ നീ കഴിക്കണ്ട ഇല്ല അവളില്ല അവള് ഇഷ്ടമല്ല കഴിക്കുന്നില്ല